എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ്. +2 തലം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ പോലും ഡിഗ്രി നിലവാരത്തിലും +2 നിലവാരത്തിലും ഒക്കെയുള്ള പരീക്ഷകൾക്ക് മലയാളത്തിൻ്റെ ചോദ്യ പാറ്റേണുകൾ സമീപകാലത്തെ പരീക്ഷകൾ നോക്കുമ്പോൾ വലിയ വ്യത്യാസമില്ലാത്തതായി കാണാം. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഏത് പരീക്ഷയ്ക്കുമാകട്ടെ, 10ാം ക്ലാസ്, +2, ഡിഗ്രി നിലവാരത്തിലുള്ള ഏത് പരീക്ഷകൾക്കുമാകട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് സഹായകരമാം വിധമുള്ള ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കേണ്ടതായ ചോദ്യങ്ങളുണ്ട്. അവയെ എല്ലാം തന്നെ പരമാവധി ഉൾപ്പെടുത്താനായിട്ട് ഇന്നത്തെ സെഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആമുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ ചോദ്യങ്ങളിലേക്കും അവയുടെ വിശദീകരണങ്ങളിലേക്കും കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഇവരിൽ ആരാണ്? SK പൊറ്റേക്കാട്ട്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, VS അച്യുതാനന്ദൻ, ഉറൂബ്. ഇവരിൽ ആരാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ശരിയായ ഉത്തരം EMS നമ്പൂതിരിപ്പാടാണ്, അല്ലെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. 1946 ജനുവരിയിലാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിലെ വിശിഷ്യ മലബാർ പ്രദേശത്തെ തൊഴിലില്ലായ്മ, വ്യവസായങ്ങളുടെ മുരടിപ്പ്, കൃഷിക്കാരുടെയും കാർഷിക തൊഴിലാളികളുടെയും ദുരിതം, സാമ്പത്തികവും സാംസ്കാരികവുമായ നാശം, മാപ്പിള ലഹളയുടെ ദേശാഭിമാനപരമായ വശത്തെ അംഗീകരിക്കാത്ത കോൺഗ്രസ് നയം, ഐക്യ കേരളത്തിൻ്റെ അനിവാര്യത, കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധ പ്രവർത്തനങ്ങൾ എന്നിവയും മറ്റും ചർച്ച ചെയ്യുന്ന കൃതിയാണ് 1.25 കോടി മലയാളികൾ. EMS നടത്തിയ ശ്രദ്ധേയമായ കേരള പഠനങ്ങളിൽ ആദ്യത്തേതായിട്ട് പരിഗണിക്കാവുന്ന കൃതി കൂടിയാണ് 1.25 കോടി മലയാളികൾ. മറക്കരുത്, രചിച്ചത് ആരാണ്? EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അഥവാ EMS ആണ്. EMSന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഭാഷ എന്ന കൃതി രചിച്ചത് EMS ആണ്. അതുപോലെ തന്നെ ഈ 1.25 കോടി മലയാളികൾ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, അതും EMSന്റെ തന്നെയാണ്. അതുപോലെ വേദങ്ങളുടെ നാട് എന്ന കൃതി എഴുതിയിട്ടുണ്ട്. അർത്ഥശാസ്ത്രത്തിന് EMSന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനവും EMS രചിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. ഇത്രയും മാത്രമൊന്നുമല്ല, ഒരുപാട് പുസ്തകങ്ങൾ EMSൻ്റെതായിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയ ഏതാനും ചില പുസ്തകങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു അല്ലേ ഓപ്ഷനിൽ. അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നോക്കിക്കേ. സമരത്തിന് ഇടവേളകളില്ല, അതുപോലെ ഇടപെടലുകൾക്ക് അവസാനമില്ല തുടങ്ങിയ ഗ്രന്ഥങ്ങൾ VSൻ്റെതാണ്. തീർന്നില്ല, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവും VS അച്യുതാനന്ദൻ തന്നെ. അതുപോലെ പല പരീക്ഷകളിലും ചോദിച്ചു കണ്ടിട്ടുണ്ട് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയുടെ പേര്. മിക്കവാറും അതിൽ പരിഗണിച്ച് കാണുന്നത് സമരം തന്നെ ജീവിതം എന്ന ഗ്രന്ഥമാണ്. പക്ഷേ ഓർക്കുക, മാധ്യമപ്രവർത്തകനായ PK പ്രകാശ് എഴുതിയ പുസ്തകമാണ് സമരം തന്നെ ജീവിതം. ഇത് VS അച്യുതാനന്ദൻ്റെ ജീവചരിത്ര ഗ്രന്ഥമാണ് എന്നുള്ളതാണ് വസ്തുത. പലയിടത്തും ഇത് VS അച്യുതാനന്ദൻ്റെ ആത്മകഥയായിട്ട് പരിഗണിക്കപ്പെട്ടു പോരുന്നുണ്ട്. പിന്നെ അടുത്തത് ഒരു ചേരുംപടി ചേർക്കലാണ്. മലയാളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ അല്ലെങ്കിൽ നോവലുകൾ ഇടതുവശത്തും അതിൻ്റെ രചയിതാക്കളുടെ പേര് വലതുവശത്തും എഴുതിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇടതുവശത്ത് നിരീശ്വരൻ, മീശ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, സമ്പർക്ക ക്രാന്തി എന്നീ കൃതികളും വലതുവശത്ത് V ഷിനിലാല്, ഹരിത സാവിത്രി, S ഹരീഷ്, VJ ജെയിംസ്, NS മാധവൻ എന്നിവരുമാണ് ഉള്ളത്. ഇതിൽ നിരീശ്വരൻ എന്ന നോവൽ രചിച്ചത് ആർക്കും സംശയമുണ്ടാവില്ല, ആരാണ്? S ഹരീഷാണ്. നിരീശ്വരൻ എന്ന നോവൽ രചിച്ചത് VJ ജെയിംസ് ആണ്. നിരീശ്വരൻ എന്ന നോവൽ രചിച്ചത്. അതുപോലെ മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? S ഹരീഷാണ്. ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന ഒരേ ഒരു നോവൽ അതാരുടേതാണ്? NS മാധവനാണ്. NS മാധവൻ ഒരൊറ്റ നോവലേ രചിച്ചിട്ടുള്ളൂ. സമ്പർക്ക ക്രാന്തി ഒരു ട്രെയിനിൻ്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള നോവൽ ആരുടേതാണ്? V ഷിനിലാലിൻ്റെതാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 1 ഓപ്ഷൻ D ആണ്, 1 D ആണ്, 2 C ആണ്, 3 E ആണ്,
4A ആണ്. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നോക്കൂ, ഇദ്ദേഹമാണ് VJ ജെയിംസ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ നോക്കിക്കേ. ചോരശാസ്ത്രം എന്ന നോവൽ എഴുതിയത് ആരാണ്? VJ ജെയിംസ് ആണ്. ആൻറ്റി ക്ലോക്ക് മറ്റൊരു പ്രധാനപ്പെട്ട നോവലാണ്. അതുപോലെ പ്രണയോപനിഷത്ത് ഇദ്ദേഹത്തിൻ്റെ ചെറുകഥകളുടെ സമാഹാരമാണ്. പ്രണയോപനിഷത്ത് എന്ന ചെറുകഥയാണ് പിന്നീട് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയായി മാറിയത്. അതുപോലെ മറ്റൊരു നോവലാണ് നിരീശ്വരൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും VJ ജെയിംസിന് നേടിക്കൊടുത്ത നോവലാണേത്? നിരീശ്വരൻ എന്നത്. പിന്നെ അടുത്തതാരായിരുന്നു? അടുത്തത് S ഹരീഷാണ്. മീശ എന്ന വിവാദ നോവലിലൂടെ സാഹിത്യപരമായി മലയാളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച വ്യക്തി കൂടിയായിരുന്നു VJ ജെയിംസ്. അദ്ദേഹമാണ് മമ്മൂട്ടി നായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥാസമാഹാരമാണ് അപ്പൻ എന്നുള്ളത്. പിന്നെയോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ നോവലാണ് പട്ടുനൂൽ പുഴു എന്ന നോവൽ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കർത്താവ് ആരാണ്? S ഹരീഷാണ്. പിന്നെ ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. S ഹരീഷിൻ്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയാണ് പിന്നീട് ലിജോ ജോസ് പെല്ലിശ്ശേരി ജല്ലിക്കെട്ട് എന്ന സിനിമയാക്കി മാറ്റിയത്. അതുപോലെ തന്നെ കളിഗമിനാറിലെ കുറ്റവാളികൾ എന്ന കഥ പിന്നീട് എന്തായി മാറുകയായിരുന്നു? ചുരുളിയായിട്ട് മാറുകയായിരുന്നു. പിന്നെ PF മാത്യൂസിൻ്റെ ചാവുനിലം എന്ന നോവലിനെ ആസ്പദമാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയാണ് ഈ മായവ് എന്നത്. ജല്ലിക്കെട്ടും മാവോയിസ്റ്റ് എന്ന ചെറുകഥയും S ഹരീഷിൻ്റെയാണ്. അതാണ് പിന്നീട് ജല്ലിക്കെട്ടായിട്ട് മാറിയത്. ഓപ്ഷനിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? NS മാധവനാണ്. NS മാധവൻ ഒരേ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് അത്രയും എന്താണ്? അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. NS മാധവൻ എഴുതിയ ഒരേ ഒരു നോവലാണേത്? ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. അതുകൂടാതെ അദ്ദേഹത്തെ ഏറ്റവും പ്രസിദ്ധനാക്കിയ ചെറുകഥാ സമാഹാരം ഹിഗ്വിറ്റയാണ്. കൂടാതെ തത്സമയം, തിരുത്ത്, ഭീമച്ചൻ തുടങ്ങിയവയാണ് NS മാധവൻ്റെ പ്രധാനപ്പെട്ട ചെറുകഥാ സമാഹാരങ്ങൾ. അടുത്ത വ്യക്തി ഷിനിലാലാണ്. ഷിനിലാൽ കണ്ടോ, സമ്പർക്കക്രാന്തി എന്ന നോവലിൻ്റെ പ്രത്യേകത എന്താണ്? 2022 അതിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ ആദ്യമായി എഴുതിയ നോവലാണ്. മലയാള നോവൽ എന്നൊരു പ്രാധാന്യം കൂടി സമ്പർക്കക്രാന്തി എന്ന നോവലിന് ഉണ്ട്. പിന്നെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ഈ ചെറുകഥാ സമാഹാരത്തിന് അദ്ദേഹത്തിന് വീണ്ടും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഷിനിലാലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവൽ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം സമ്പർക്കക്രാന്തിയും. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത ചെറുകഥ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്രയുമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് അടി. അതുപോലെ തന്നെ ഉടൽ ഭൗതികം എന്ന കൃതിയുടെ കർത്താവും ആര് തന്നെയാണ്? ഷിനിലാൽ തന്നെയാണ്. പിന്നെ അടുത്ത വ്യക്തി നമ്മുടെ ഓപ്ഷനിൽ നമുക്ക് ചേരുംപടി ചേർക്കാനായിട്ടില്ലായിരുന്നു. എന്നിരുന്നാൽ പോലും ഹരിദാ സാവിത്രി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വ്യക്തിയാണ്. സിൻ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പോയ വർഷം ഹരിദാ സാവിത്രിക്ക് ലഭിക്കുകയുണ്ടായി. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട നോവൽ കൂടിയാണ് സിൻ. ഹരിദാ സാവിത്രിയാണ് സിൻ എന്ന നോവലിൻ്റെ രചയിതാവ്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും പേരായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒടുവിൽ പ്രഖ്യാപിച്ചപ്പോൾ 2024 ഒടുവിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് പ്രഖ്യാപിച്ചത്. അതിൽ ആർക്കൊക്കെ എന്തൊക്കെ കിട്ടി എന്ന കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവർക്ക് KV രാമകൃഷ്ണനും ഏഴാച്ചേരി രാമചന്ദ്രനുമാണ് അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ചത് എങ്കിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് PKN പണിക്കർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ, MM നാരായണൻ, TK ഗംഗാധരൻ, KEN മല്ലിക യൂനിസ് എന്നിവരാണ്. ഇത് പരീക്ഷയ്ക്ക് അധികം ചോദിക്കാറില്ല. പിന്നെ ചോദിക്കുന്നതോ കവിത, നോവൽ, ചെറുകഥ എന്നിവയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഏറ്റവും ഒടുവിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്നതാണ്. നോവൽ GR ഇന്ദുഗോപന്റെ ആനോയാണ്. ചെറുകഥ നേരത്തെ പറഞ്ഞതുപോലെ ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിയാണ്. നാടകത്തിനുള്ള പുരസ്കാരം നേടിയത്
പിത്തളശലഭം എന്ന നാടകം രചിച്ച ശശിധരൻ നടുവിലാണ്. സാഹിത്യ വിമർശനത്തിനുള്ള പുരസ്കാരം നേടിയത് ജി ദിലീപനാണ്. അദ്ദേഹത്തിൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര സഞ്ചാരങ്ങൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് ദീപക്കാണ്. അദ്ദേഹത്തിൻ്റെ നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന ഗ്രന്ഥത്തിനായിരുന്നു പുരസ്കാരം. ആത്മകഥയ്ക്കുള്ള പുരസ്കാരം നേടിയത് ഡോക്ടർ കെ രാജശേഖരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ഭാവം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ആരോഹണം ഹിമാലയം എന്ന യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് KR അജയന് ലഭിക്കുകയുണ്ടായി. വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത് ചിഞ്ചു പ്രകാശാണ്. ജിയോ കോൻഡ ബെല്ലിയുടെ എൻ്റെ രാജ്യം എൻ്റെ ശരീരം എന്ന കൃതിക്കാണ് പുരസ്കാരം. ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് EN ഷീജയാണ്. അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്ക് പുരസ്കാരം നേടി. ഒടുവിൽ ഹാസ്യ സാഹിത്യത്തിനുള്ള പുരസ്കാരം നേടിയത് നിരഞ്ജനാണ്. കേരളത്തിൻ്റെ മൈതാത്മകത എന്ന കൃതിക്കാണ് പുരസ്കാരം. വറുത്തരച്ച ചരിത്രത്തോടൊപ്പം എന്നൊരു അനുബന്ധം കൂടി ആ പുസ്തകത്തിന് ഉണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയവരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. 25,000 രൂപയും സാക്ഷ്യപത്രവും ഫലകവുമാണ് പുരസ്കാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. വ്യക്തമായല്ലോ. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ ബഹുമതി ഇതിൽ ഏതാണ്? വള്ളത്തോൾ പുരസ്കാരമാണോ, എഴുത്തച്ഛൻ പുരസ്കാരമാണോ, വയലാർ അവാർഡാണോ, ഓടക്കുഴൽ അവാർഡാണോ? സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി തീർച്ചയായും ഭാഷാപിതാവിൻ്റെ പേരിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരമാണ് സാഹിത്യത്തിൻ്റെ പരമോന്നത സംസ്ഥാന ബഹുമതി. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം എത്രയാണ് സമ്മാനത്തുക? 5 ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. ഏറ്റവും ഒടുവിൽ 2024 പ്രഖ്യാപിച്ചപ്പോൾ അത് നേടിയത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്ന നോവൽ എഴുതിയ, തിരുത്തെഴുതിയ, ഭീമച്ചൻ എഴുതിയ NS മാധവനാണ്. ഏറ്റവും ഒടുവിൽ ഏത് പുരസ്കാരം കിട്ടിയത്? സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത് ഒരു കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പുരസ്കാരം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം MR4Y ആണ്, അല്ലേ? മോസ്റ്റ് റീസെന്റ് 4 years. 2024 ഒരു പുരസ്കാരം ഒടുവിൽ പ്രഖ്യാപിച്ചതെങ്കിൽ 21, 22, 23, 24 ഈ 4 വർഷങ്ങളിൽ ആർക്കൊക്കെ കിട്ടി എന്ന കാര്യം നിശ്ചയമായും നമ്മൾ പഠിച്ചു വെക്കണം. ഏറ്റവും ഒടുവിൽ NS മാധവനാണ് ലഭിച്ചത് എങ്കിൽ 2021 നേടിയത് മൺമറഞ്ഞ P വത്സലയാണ്. കൂമൻകൊല്ലി, നെല്ല് തുടങ്ങിയ നോവലുകളിലൂടെ മലയാളിക്ക് സുപരിചിതയായി തീർന്ന P വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. 2022 പാണ്ഡവപുരം, നിയോഗം തുടങ്ങിയ നോവലുകൾ എഴുതിയ സേതുവിനാണ് പുരസ്കാരം ലഭിച്ചത് എങ്കിൽ പോയ വർഷം 2023 അധ്യാപകനായ മലയാള ഭാഷാ ഗവേഷകനായ SK വസന്തൻ മാഷിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഈ 4 പേരുടെയും പേരും വർഷവും ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ജാമാതാവ്, പ്രപൗത്രി, സ്നുഷ, ദൗഹിത്രി. ഇവരിൽ ഏതു വാക്കിനാണ് മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്നത്? ശരിയായ ഉത്തരം സ്നുഷയാണ്. സ്നുഷ എന്ന വാക്ക് മരുമകൾ എന്ന അർത്ഥത്തിൽ, മകന്റെ ഭാര്യ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. ഇത്തരത്തിൽ ബന്ധുപദങ്ങൾ ഒറ്റ പദങ്ങളായിട്ട് നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. നോക്കിക്കേ, സ്നുഷ എന്നുള്ളത് മകന്റെ ഭാര്യയാണെങ്കിൽ മരുമകൻ എന്ന അർത്ഥത്തിൽ, അതായത് മകളുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ജാമാതാവാണ്. പൗത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുത്രന്റെ പുത്രൻ അഥവാ മകന്റെ മകനാണ്. മകന്റെ മകളെ എന്താണ് വിളിക്കുന്നത്? പൗത്രി എന്നാണ് വിളിക്കുന്നത്. ഇനി പൗത്രന്റെ പുത്രൻ, അതായത് മകന്റെ മകന്റെ മകൻ, അങ്ങനെയുള്ളയാളെ അല്ലേ ഗ്രാൻഡ് സൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. എന്താ വിളിക്കുന്നത് മലയാളത്തില്? പ്രപൗത്രൻ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ദൗഹിത്രി എന്ന് പറഞ്ഞാലോ പുത്രിയുടെ പുത്രിയാണ്, അഥവാ മകളുടെ മകളാണ്. കിട്ടിയല്ലോ. പിന്നെ
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? വ്യാകരണനാണോ, വൈയാകരണനാണോ, വ്യാകരണനാണോ, വേദപാരകൻ ആണോ? ഏതാണ് ശരിയായ ഉത്തരം? ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ പോലും വ്യാകരണം പഠിച്ചിട്ടുള്ളവൻ, പഠിപ്പിച്ചിട്ടുള്ളവനല്ല കേട്ടോ, പഠിച്ചിട്ടുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം വൈയാകരണനാണ് ശരിയായ ഉത്തരം. വൈയാകരണൻ. നോക്കാം ചില ഒറ്റപ്പദങ്ങൾ. തർക്കശാസ്ത്രം പഠിച്ചിട്ടുള്ളവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? താർക്കികനാണ്. അതുപോലെ കുലത്തെ ത്രാണം അല്ലെങ്കിൽ ത്രാണനം ചെയ്യുന്നവൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം എന്താണ്? കളത്രം എന്നാണ്. അതായത് പ്രത്യുൽപാദനം നടത്തുന്നവൾ, കുലം നശിക്കാതെ കാത്തു സൂക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ഭാര്യയുടെ പര്യായമായിട്ടാണ് കളത്രം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ വ്യാകരണം അറിയുന്നവൻ അല്ലെങ്കിൽ വ്യാകരണം പഠിച്ചവൻ വൈയാകരണൻ ആണെന്ന് പറഞ്ഞു. ന്യായശാസ്ത്രം പഠിച്ചവൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണേത്? നൈയാമികൻ. നൈയാമികൻ. പാരംഗതൻ എന്നൊരു വാക്കുണ്ട് കേട്ടോ. പാരകൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. മറുകര കണ്ടവൻ എന്നാണ് പാരകൻ അല്ലെങ്കിൽ പാരംഗതൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരു പ്രത്യേക വിഷയത്തിൽ അഗാധമായ അറിവ് നേടിയവൻ എന്നുള്ള അർത്ഥത്തിലാണ് പാരംഗതൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് വേദപാരംഗതൻ എന്ന വാക്ക് വിഗ്രഹിക്കാൻ പരീക്ഷയ്ക്ക് ചോദ്യം വന്നിരുന്നു. വേദത്തിൽ അഗാധമായ അറിവുള്ളവൻ എന്നാണ് വേദപാരംഗതൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിലോ വേദത്തിൻ്റെ മറുകര കണ്ടവൻ എന്നും ഈ വാക്കിന് അർത്ഥം പറയാവുന്നതാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ലേഖകൻ, ലേഖിക, സ്വാമി, സ്വാമിനി, ദേവൻ, ദേവി, ജനകൻ, ജാനകി. അല്ലേ? നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും, പക്ഷേ തെറ്റായതാണ് നമ്മളോട് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ലേഖകൻ, ലേഖിക ശരിയാണ്. ദേവൻ, ദേവി ശരിയാണ്. സ്വാമി, സ്വാമിനി ശരിയാണ്. പക്ഷേ ജനകൻ, ജാനകി അല്ല. ജനകൻ എന്നുള്ളത് അച്ഛൻ്റെ പര്യായ പദമാണ്. അമ്മ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ജാനകിയാണോ? അല്ല, ജനകന്റെ പുത്രിയാണ് ജാനകി. ജനനി എന്നുള്ളതാണ് ജനകൻ എന്ന വാക്കിൻ്റെ ശരിയായ എതിർലിംഗ പദം അഥവാ സ്ത്രീലിംഗ പദം. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇത്തരത്തിലുള്ള ചില എതിർലിംഗ പദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജനകന്റെ എതിർലിംഗ പദം ജനനിയാണെന്ന് പറഞ്ഞു. ഗൃഹി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗൃഹസ്ഥൻ എന്ന അർത്ഥം തന്നെയാണ് ഗൃഹിക്കുള്ളത്. അതിൻ്റെ സ്ത്രീലിംഗ പദം ഗൃഹിണി എന്നാണ്. ജനയിതാവ് അച്ഛൻ്റെ മറ്റൊരു പര്യായമാണ്. ജനിപ്പിച്ചവൻ എന്ന അർത്ഥത്തിൽ ജനയിതാവ് എന്ന അച്ഛന് പര്യായ പദം പറയാം. ജനയിത്രി എന്നുള്ളത് അമ്മയുടെ പര്യായ പദമാണ്. താപസൻ എന്നുള്ളത് മഹർഷിയുടെ പര്യായമാണ്. തപസ് ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ താപസി എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. തപസ്വി എന്നുള്ളത് പുല്ലിംഗ പദമാണ്. അതിൻ്റെ സ്ത്രീലിംഗ പദം എന്താണ്? തപസ്വിനി എന്നാണ്. വളരെ പ്രധാനപ്പെട്ടത്, കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ളത് കേട്ടോ. ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഇവയെല്ലാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഇതിൽ ഏതാണ്? ഭരതവാക്യം ചൊല്ലുക, കച്ച കെട്ടുക, ഭാണ്ഡം മുറുക്കുക, നക്ഷത്രക്കാൽ എണ്ണുക. ഇതിൽ ഏതാണ് അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി? ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഭരതവാക്യം ചൊല്ലുക അഥവാ ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് ആ ശൈലിയുടെ അർത്ഥം. ഇത്തരത്തിൽ ഏതാനും ചില ശൈലികൾ നോക്കിക്കേ. ഞാൻ പറഞ്ഞു ധനാശി പാടുക എന്ന് പറഞ്ഞാലും ഭരതവാക്യം ചൊല്ലുക എന്ന് പറഞ്ഞാലും ശൈലിയുടെ അർത്ഥം അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ്. കച്ചകെട്ടുക എന്ന ശൈലിക്ക് ഒരുങ്ങുക എന്നാണ് അർത്ഥം. നക്ഷത്രം എണ്ണുക എന്ന് പറഞ്ഞാലോ വളരെ ബുദ്ധിമുട്ടുക എന്നാണ് അർത്ഥം. ഭാണ്ഡം മുറുക്കുക എന്ന് പറഞ്ഞാലോ യാത്രയ്ക്ക് ഒരുങ്ങുക എന്നാണ് ആ ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ് ലഭിക്കുക? പരോ ഉപകാരം, പരന് ഉപകാരം, പര ഉപകാരം, പരൻ ഉപകാരം. ഇതിൽ ഏതാണ് ശരിയായ പദം പിരിവ്? പരോപകാരം. കണ്ടോ, ഇവിടെ ഓ എന്ന ശബ്ദം വന്നിട്ടുണ്ട്.
ഓ എന്ന ശബ്ദം കിട്ടണമെങ്കിൽ ആദ്യത്തെ വാക്ക് ആയിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഊവിൽ ആരംഭിക്കുകയും വേണം എന്ന് നമുക്കറിയാം. ആയും ഊവും കൂടി ചേരുമ്പോഴാണ് അത് എന്തായി മാറുന്നത്? ഓ എന്ന ശബ്ദമായിട്ട് മാറുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ എവിടെയാണ്? ഓപ്ഷൻ ബിയിലാണല്ലേ. പര എന്ന് പറഞ്ഞ് നിർത്തുന്നിടത്ത് ആ എന്ന ശബ്ദമുണ്ട്. ഉപകാരം എന്ന വാക്ക് ഊവിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ആയും ഊവും കൂടി ചേർന്ന് പര എന്ന വാക്കും ഉപകാരം എന്ന വാക്കും ചേർന്നാണ് ഏത് വാക്കുണ്ടായത്? പരോപകാരം എന്ന വാക്ക് ഉണ്ടായത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ധി നിയമമാണ് ആ പ്ലസ് ഊ സമം ഓ എന്നുള്ളത്. പര അധികം ഉപകാരം പരോപകാരം. കണ്ടോ? ആ പ്ലസ് ഊ സമം ഓ. യഥാ അധികം ഉചിതം എന്ത് കിട്ടും? യഥോചിതം എന്ന് കിട്ടും. കാവ്യ അധികം ഉപകരണം കാവ്യോപകരണം എന്ന് കിട്ടുന്നു. കണ്ടോ? ഇവിടങ്ങളിലെല്ലാം ആദ്യത്തെ വാക്ക് അവസാനിക്കുന്നത് ആ എന്ന ശബ്ദത്തിലാണ്. യഥ എന്ന് പറയുമ്പോഴും കാവ്യ എന്ന് പറയുമ്പോഴും നവ എന്ന് പറയുമ്പോഴും സഹ എന്ന് പറയുമ്പോഴും ഏത് ശബ്ദം ഒടുവിൽ കേൾക്കാം? ആ എന്ന ശബ്ദം കേൾക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വാക്ക് എല്ലായിടത്തും ആരംഭിച്ചിരിക്കുന്നത് ഉചിതം, ഉപകരണം, ഉദ്ധാനം, ഉദരൻ അല്ലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാനിച്ചിരിക്കുന്നത്, ആരംഭിച്ചിരിക്കുന്നത്. ഊവിൽ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചേർത്തെഴുത്തിൽ എന്ത് കാണാം? ഓ എന്ന ശബ്ദം നമുക്ക് കാണാൻ സാധിക്കും. ഓ എന്ന ശബ്ദത്തിന്റെ ചിഹ്നമാണേത്? ഇത് അല്ലേ. ഈ ചിഹ്നത്തിന്റെ നടുക്കൊരു അക്ഷരം എഴുതിയാൽ ഇപ്പൊ കായ എഴുതുകയാണെങ്കിൽ കോ, ചായ എഴുതുകയാണെങ്കിൽ ചോ എന്നാണ് നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഓ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നമാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ യഥാ അധികം ഉചിതം യഥോചിതം, കാവ്യ അധികം ഉപകരണം കാവ്യോപകരണം, നവ അധികം ഉദ്ധാനം നവോദ്ധാനം, സഹ അധികം ഉദരൻ സഹോദരൻ എന്നെല്ലാം നമുക്ക് കിട്ടുന്നു. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീതമല്ല കേട്ടോ, ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. ബഹിർമുഖനാണോ അധോമുഖനാണോ ഏകമുഖനാണോ നാൻമുഖനാണോ? ഏതാണ് അന്തർമുഖൻ എന്ന വാക്കിന്റെ വിപരീത പദം? ഉത്തരം ബഹിർമുഖനാണ്. അന്തർമുഖൻ, അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി അല്ലെ, അവനവന്റെ കാര്യം നോക്കി നടക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇൻട്രോവേർട്ട് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന വാക്കാണ് അന്തർമുഖൻ. എക്സ്ട്രോവേർട്ട് ആണ് ഏത്? ബഹിർമുഖൻ എന്ന പദം. ഇത്തരത്തിൽ ചില പ്രധാനപ്പെട്ട വിപരീത പദങ്ങൾ നോക്കിക്കേ. ഉന്മുഖൻ എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൻ എന്നാണ്. അതിൻ്റെ വിപരീതമാണ് വിമുഖൻ, താല്പര്യമില്ലാത്തവൻ എന്നാണ് അർത്ഥം. അധോമുഖം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തലകീഴായി എന്ന അർത്ഥത്തിലാണ് അധോമുഖം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നാൻമുഖനെ പരിചയമുണ്ടല്ലോ. 4 മുഖത്തോട് കൂടിയവൻ ആരോ അവൻ. അതിൻ്റെ ഒറ്റപ്പദമാണ് നാൻമുഖൻ. ആരുടെ പര്യായമാണ്? ബ്രഹ്മാവിൻ്റെ പര്യായ പദമാണ്. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബഹുവ്രീഹി സമാസത്തിനുള്ള ഉദാഹരണം കൂടിയാണ്. അന്യപദാർത്ഥ പ്രധാനം ബഹുവ്രീഹി. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ക്ഷിതി ഭൂമി, രുധിരം ചോര, കപോലം തലയോട്ടി, സുരൻ ദേവൻ. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദ്യം. ക്ഷിതി എന്ന വാക്കിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ഭൂമി എന്ന് തന്നെയാണ്. രുധിരം ചോരയുടെ പര്യായമാണ്. കപോലം തലയോട്ടിയാണോ? അല്ല, കപാലമാണ് തലയോട്ടി. കപോലം കവിൾത്തടമാണ്. സുരൻ എന്ന വാക്കിന് ദേവൻ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഏതാണ്? കപോലം തലയോട്ടി. കപോലം തലയോട്ടിയല്ല, കവിൾത്തടമാണ് എന്ന് നമുക്ക് അറിയാം. കപാലമാണ് തലയോട്ടി, കപോലം കവിൾത്തടമാണ്. ക്ഷിതി എന്ന വാക്കിന് ഭൂമി എന്നാണ് അർത്ഥം. ആ വള്ളി പോയാൽ ക്ഷതി എന്നായാൽ അതെന്തിൻ്റെ പര്യായമാണ്? നാശത്തിൻ്റെ പര്യായ പദമാണ്. സുരൻ എന്ന വാക്കിന് ദേവൻ എന്നാണ് അർത്ഥം. സുതൻ എന്ന വാക്കിന് പുത്രൻ എന്നാണ് അർത്ഥം. സൂതൻ എന്ന വാക്കിന് തേരാളി എന്നാണ് അർത്ഥം. കേട്ടോ, ഇതൊക്കെ തന്നെയും പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെയോ അടുത്ത ചോദ്യം നോക്കിക്കേ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ എ, പരേതൻ 1 വയസ്സു പ്രായമുള്ള 2 ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഓപ്ഷൻ ബി,
പരേതൻ 1 വയസ്സു മാത്രം പ്രായമുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഓപ്ഷൻ സി പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഓപ്ഷൻ ഡി പരേതൻ 1 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഇതിൽ ശരിയായ വാക്യമാണ് ചോദിച്ചിട്ടുള്ളത്. ആത്യന്തികമായി പറഞ്ഞാൽ 4 വാക്യങ്ങളും തെറ്റാണ്. എന്താണ്? വയസ്സ് എന്ന് എഴുതുമ്പോൾ 1 സാ പോരാ, 2 സാ നിർബന്ധമാണ്. അതുകൊണ്ട് 4 വാക്യങ്ങളും തെറ്റാണ്. അങ്ങനെ വരുവോ? ഇല്ല. അപ്പൊ ആ തെറ്റിനെ അല്ല PSC പരിഗണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. ഇതാണ് ശരിയായ പ്രയോഗം. എന്തുകൊണ്ടാ ബാക്കിയുള്ളത് തെറ്റായത്? പരേതൻ 1 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. അപ്പോൾ മൊത്തം 4 കുട്ടികളായി അല്ലേ? അപ്പോൾ അത് തെറ്റായ പ്രയോഗമാണ്. ഓപ്ഷൻ ബി പരേതൻ 1 വയസ്സു മാത്രം പ്രായമുള്ള, വയസ്സ് പ്രായം രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കേണ്ടതുണ്ടോ? രണ്ടിനും ഒരേ അർത്ഥമാണ്. ഏതെങ്കിലും ഒരു വാക്കേ ഉപയോഗിക്കാവൂ. ഓപ്ഷൻ ഡി പരേതൻ 1 വയസ്സുള്ള 2 ഇരട്ടക്കുട്ടികൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. പിന്നെ 2 എന്ന വാക്ക് പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ പരേതൻ 1 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ പിതാവാണ്. അതാണ് ശരിയായ വാക്യം. ഇത്തരത്തിൽ ചില ശരി തെറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിക്കേ, എനിക്ക് 5 പുസ്തകങ്ങൾ വേണം എന്നുള്ളത് തെറ്റ്. എനിക്ക് 5 പുസ്തകം വേണം എന്ന് മതി. എന്താണ് അതിൻ്റെ കാരണം? ജീവനില്ലാത്തതിൻ്റെ വിശേഷണമായിട്ട് സംഖ്യാശബ്ദം വരികയാണെങ്കിൽ അവിടെ എന്ത് ചേർക്കരുത്? ബഹുവചന പ്രത്യയം ചേർക്കരുത് എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. 5 എന്ന സംഖ്യാശബ്ദം നപുംസകമായ ജീവനില്ലാത്തതായ പുസ്തകത്തിന് വിശേഷണമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒടുവിൽ കൾ എന്ന ബഹുവചന പ്രത്യയം ചേർക്കാമോ? പാടില്ല. അതുകൊണ്ട് എനിക്ക് 5 പുസ്തകം വേണം എന്നുള്ളതാണ് ശരി. പിന്നെ എത്ര വേഗമാണ് 10 വർഷങ്ങൾ കടന്നുപോയത്? കണ്ടോ, വർഷം എന്നുള്ളതും ജീവൻ ഇല്ലാത്തതാണ്. വിശേഷണമായിട്ട് 10 എന്ന സംഖ്യാശബ്ദം വന്നിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങൾ എന്ന് ചേർക്കാമോ? പാടില്ല. എത്ര വേഗമാണ് 10 വർഷം കടന്നുപോയത് എന്നാണ് പ്രയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുത്തെഴുതുക എന്നതാണ് ചോദ്യം. SK പൊറ്റേക്കാട്ട് 1982, തകഴി ശിവശങ്കരപിള്ള 1984, ONV കുറുപ്പ് 2009, MT വാസുദേവൻ നായർ 1998. ഇതിൽ ശരിയായി കൊടുത്തിട്ടുള്ളത് 1 മാത്രമാണ്. അത് ഏതാണ് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തകഴി ശിവശങ്കരപിള്ള. 1984 അദ്ദേഹത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരമാണ് ലഭിച്ചത്. SK പൊറ്റേക്കാട്ടിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 82-ലല്ല 80-ലാണ്. പിന്നെ ONV കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2009-ലല്ല 2007-ലാണ്. അതുപോലെ MT വാസുദേവൻ നായർക്ക് 98-ലല്ല 1995-ലാണ് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 6 മലയാളികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദാ നോക്കൂ. G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കാവ്യസമാഹാരത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 65-ലാണ്. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം കൂടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 1980-ൽ SK പൊറ്റേക്കാട്ടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. തകഴി ശിവശങ്കരപിള്ളയ്ക്ക് 1984-ൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 95-ൽ MT വാസുദേവൻ നായർക്കും സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. 2007-ൽ ONV കുറുപ്പിന് സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ഒടുവിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് 2019-ൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. ഈ 6 പേർക്ക് ഏതൊക്കെ കൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്, ഏതൊക്കെ വർഷമാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് അറിഞ്ഞിരിക്കണം. വളരെ പ്രധാനപ്പെട്ടത്. ഒരുമാതിരിപ്പെട്ട പരീക്ഷകളിലൊക്കെ തന്നെയും ഇത് ചോദ്യമായി വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടിവരയിട്ടതിൽ സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏതാണ്? ഓപ്ഷൻ എ ശിരസിന്റെ അർത്ഥം തല. ഓപ്ഷൻ ബി നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം എന്ത്? ഓപ്ഷൻ സി എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണ്ട, എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട. ഓപ്ഷൻ ഡി നേതാവിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഇതിൽ
സന്ദർഭത്തിന് അനുയോജ്യമായ പദം ഏത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. എല്ലാത്തിനും ഒരേ വ്യവസ്ഥ വേണ്ട എന്നുള്ളതാണ് അനുയോജ്യമായ പദം. ശിരസിന്റെ അർത്ഥം അല്ല, അർത്ഥം എന്ന വാക്കിന് പകുതി എന്നാണ് അർത്ഥം അല്ലേ? മീനിങ് എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ഏത് വാക്ക് എഴുതണം? അർത്ഥം എന്ന വാക്ക് എഴുതണം. പിന്നെ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്ന അർത്ഥമാണ് കിട്ടേണ്ടത് എങ്കിൽ ഉദ്ദേശമല്ല എഴുതേണ്ടത്, ഉദ്ദേശ്യം എന്നാണ് എഴുതേണ്ടത്. ഉദ്ദേശം എന്ന വാക്കിന് ഏകദേശം എന്നാണ് അർത്ഥം. അതുപോലെ നേതാവിനെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു, തെറ്റായ പ്രയോഗമാണ്. എതിരഭിപ്രായമില്ലാതെ അല്ലെങ്കിൽ ഒരേ സ്വരത്തിൽ എന്ന അർത്ഥമാണ് വേണ്ടത് എങ്കിൽ ഐകകണ്ഠ്യേന എന്നാണ് പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിലോ ഏകകണ്ഠമായി എന്നാണ് പ്രയോഗിക്കേണ്ടത്. ഐക്യകണ്ഠേന എന്നുള്ളത് തെറ്റായ പ്രയോഗമാണ്. ദാ ഇവിടെ നോക്കൂ, അർത്ഥം തല, ഇത് തെറ്റ്. അർത്ഥം എന്നാണ് വേണ്ടത്, അർത്ഥം എന്ന വാക്കിന് പകുതി എന്നർത്ഥം. ഉദ്ദേശ്യം എന്നാണ് വേണ്ടത്, ഉദ്ദേശം എന്ന വാക്കിന് ഏകദേശം എന്നാണ് അർത്ഥം. ഐകകണ്ഠ്യേന എന്നാണ് പ്രയോഗിക്കേണ്ടത്, അല്ലെങ്കിലോ ഏകകണ്ഠമായി എന്ന് വേണം പ്രയോഗിക്കാൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വചനപ്രത്യയം ഇല്ലാത്ത വരി ഏതാണ്? ഏതൊക്കെയാണ് വചനപ്രത്യയങ്ങൾ അല്ലെ? സിംഗുലറിനെ പ്ലൂരൽ ആക്കാൻ മലയാളത്തിൽ ചേർക്കുന്ന രണ്ട് പ്രത്യയങ്ങളാണ് അർ എന്ന ശബ്ദവും കൾ എന്ന ശബ്ദവും. ഏതെങ്കിലും ഒരു വാക്കിനോടൊപ്പം അർ അല്ലെങ്കിൽ കൾ എന്ന ശബ്ദം ചേർന്നാൽ അതെന്തായി മാറും? ബഹുവചനമായിട്ട് മാറും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന ശബ്ദം ഇല്ലാത്ത വരി കണ്ടെത്താനാണ്. ഏതൊക്കെയാണ് വരികൾ? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഓപ്ഷൻ ബി, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, അല്ലെ? കുമാരനാശാന്റെ പ്രസിദ്ധമായ കവിതയാണ്. ഓപ്ഷൻ സി, ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കയ്യിഹ രചിച്ചതു നമ്മേയെല്ലാം. ഓപ്ഷൻ ഡി, കണ്ണേ മടങ്ങുക കരഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും അലര് വിസ്തൃതമാകും ഇപ്പോൾ. ഇങ്ങനെ 4 ഓപ്ഷനുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ വചനപ്രത്യയം ഇല്ലാത്ത വരി ഏത് എന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതിലൊക്കെ വചനപ്രത്യയമുണ്ട്. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ, കണ്ടോ ഇവിടെ കൾപ്രത്യയം ചേർത്തിട്ടുണ്ട്. പൂവ് ഏകവചനം, പൂക്കൾ ബഹുവചനം. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകൾ, നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പൊ ഇവിടെയും ചേർന്നിരിക്കുന്നത് കൾ എന്ന ബഹുവചന പ്രത്യയം തന്നെ. ഒന്നല്ലി നാമയി സഹോദരരല്ലി, സഹോദരർ, സഹോദരൻ ഏകവചനം, സഹോദരർ ബഹുവചനമാണ്. അവിടെയും ഈ പറയുന്ന ബഹുവചന പ്രത്യയം ചേർന്നിട്ടുണ്ട്. കണ്ണേ മടങ്ങുക കരഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും മലര്. മലര് എന്ന് പറയുന്നിടത്ത് ബഹുവചന പ്രത്യയമാണോ? അല്ല, മലർ എന്നുള്ളത് പൂവിന്റെ പര്യായമാണ്. മലരുകൾ എന്ന് പറയുമ്പോഴാണ് പൂക്കൾ എന്ന അർത്ഥം ലഭിക്കുന്നത്. മലർ ഏകവചനമാണ്, മലരുകളാണ് ബഹുവചനം. അപ്പോ ബഹുവചന പ്രത്യയം ചേർന്നിട്ടില്ലാത്തത് എവിടെയാണ്? ഓപ്ഷൻ ഡിയിലാണ്. ക്ലിയർ ആയല്ലോ? ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പൂക്കൾ, പൂമ്പാറ്റകൾ, സഹോദരർ എന്നൊക്കെ പറയുന്നിടത്ത് കൾ അല്ലെങ്കിൽ അർ പ്രത്യയം ചേർന്നിട്ടുണ്ട്. അതല്ലാത്തത് ഓപ്ഷൻ ഡിയിലാണ്. അടുത്ത ചോദ്യം. പിന്നെ ഞാൻ പറഞ്ഞത് കുമാരനാശാന്റെ വരികളെ കുറിച്ച് പറഞ്ഞല്ലോ. പുഷ്പവാടിയിൽ അല്ലെ, കുട്ടിയും തള്ളയും എന്ന കൃതിയിൽ നമുക്ക് ഈ വരികൾ കാണാം. ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ. ഒരു കൊച്ചുകുട്ടി വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ ഒരു ചെടിയിൽ നിൽക്കുന്നത് കണ്ടിട്ട് പറയുകയാണ്, അയ്യോ ഇതെന്താ പൂക്കളൊക്കെ പറന്നു പോകുന്നത് എന്ന് അമ്മയോട് സംശയം ചോദിക്കുന്നു. അപ്പൊ അമ്മ പറയുകയാണ്, അത് പൂക്കൾ പറന്നു പോകുന്നതല്ല, അത് പൂവിനേക്കാൾ സുന്ദരികളായ പൂമ്പാറ്റകളാണ് എന്നമ്മ മറുപടി പറഞ്ഞു കൊടുക്കുന്നു. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം എന്നമ്മ മറുപടി പറഞ്ഞു കൊടുക്കുന്ന കൗതുകകരമായ ഒരു കവിതയാണ് കുമാരനാശാന്റെ കുട്ടിയും തള്ളയും എന്നത്. പിന്നെ ഈ ഒന്നല്ലി നാമയി സഹോദരരല്ലി പൂവേ ഒന്നല്ലി കയ്യിഹ രചിച്ചത് നമ്മേയെല്ലാം എന്ന വരികൾ നമുക്ക് കാണാനാകുന്നത് എവിടെയാണ്? വീണപൂവിലാണ്. അതുപോലെ വീണപൂവ് എന്ന കൃതി അവസാനിക്കുന്നത് എങ്ങനെയാണ്? കണ്ണേ മടങ്ങുക കരഞ്ഞു മലിഞ്ഞു മാശു മണ്ണാകും ഈ മലരു വിസ്തൃതമാകും ഇപ്പോൾ എണ്ണീടുക ആർക്കും ഇതുതാൻ ഗതി സാധ്യം എന്ത് കണ്ണീരിനാൽ അവനി വാഴ്വ് കിനാവു കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏത് കൃതി അവസാനിക്കുന്നത്? കുമാരനാശാന്റെ വീണപൂവ് അവസാനിക്കുന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ശരിയായ പര്യായ പദം ഏത്? അച്ഛൻ ജനയിതാവ്, ജ്യേഷ്ഠൻ കനിഷ്ഠൻ, അമ്മ ജനിതാവ്, അമ്പ് ചാപം. ഇതിൽ 3 എണ്ണവും തെറ്റാണ്. ഏതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ. അതേത് എന്നതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അച്ഛൻ ജനയിതാവ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജ്യേഷ്ഠന്റെ വിപരീതമാണ് കനിഷ്ഠൻ. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ചേട്ടനും കനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ അനിയനുമാണ്. അമ്മ ജനിതാവല്ല. അമ്മയുടെ പര്യായ പദം എന്താണ്? ജനനി എന്നുള്ളതാണ് അമ്മയുടെ പര്യായ പദം എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അമ്പ് ചാപം. അമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാപം അമ്പിൻ്റെ അല്ല, വില്ലിൻ്റെ പര്യായമാണ്. അസ്ത്രം എന്നുള്ളത് അമ്പിൻ്റെ പര്യായ പദമാണ്. ബാണം, അസ്ത്രം ഇതൊക്കെ അമ്പിൻ്റെ പര്യായ പദങ്ങളാണ്. ദാ നോക്കൂ, അഗ്രജൻ വിപരീതം അവരജൻ. അത് തന്നെയാണ് അല്ലേ, ചേട്ടനും അനിയനും. ജ്യേഷ്ഠൻ വിപരീതം കനിഷ്ഠൻ. ജനയിതാവ് എന്ന് പറഞ്ഞാലും ജനിതാവ് എന്ന് പറഞ്ഞാലും അച്ഛൻ്റെ പര്യായ പദമാണ്. ജനയിത്രി എന്നുള്ളതാണ് എന്ത്? അമ്മയുടെ പര്യായ പദം. അമ്പ് അസ്ത്രം, ചാപം വില്ല്. അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യം ഇതാണ്: കേരള സർക്കാർ കത്തുകളിൽ ഇംഗ്ലീഷിലെ ഫ്രം എന്നതിനു പകരം ഉപയോഗിക്കാൻ നിശ്ചയിക്കപ്പെട്ട വാക്ക് ഏതാണ്? പ്രേഷിതൻ, പ്രേക്ഷകൻ, പ്രേക്ഷിതൻ, പ്രേക്ഷകൻ. ഫ്രമ്മിന് തുല്യമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഈ 4 വാക്കുകളുടെയും അർത്ഥം അറിഞ്ഞിരിക്കണം. ആദ്യം ഫ്രമ്മിൻ്റെ മലയാളം നമുക്ക് നോക്കാം. ഏതാണ്? പ്രേക്ഷകൻ എന്നുള്ളതാണ് ഫ്രമ്മിൻ്റെ മലയാള പദം കേട്ടോ. ഫ്രമ്മിന് തത്തുല്യമായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കേണ്ടത് പ്രേക്ഷകനാണ്. ആരാണോ കത്തയക്കുന്നത് അയാളുടെ വിലാസം ഫ്രമ്മിന് താഴെയായിരിക്കും. മലയാളത്തിലോ പ്രേക്ഷകന്റെ താഴെയായിരിക്കും. ആർക്കാണോ കത്തയക്കുന്നത് അയാളുടെ പേര് സ്വീകർത്താവ് അല്ലേ. ആരാണോ കത്ത് സ്വീകരിക്കുന്നത് അയാളെയാണ് പ്രേഷിതൻ എന്ന് പറയുന്നത്. അയക്കപ്പെട്ടവനാണ്. ആർക്കാണോ കത്തയക്കുന്നത് അയക്കപ്പെട്ടവൻ, അവനെയാണ് പ്രേഷിതൻ എന്ന് വിളിക്കുന്നത്. പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാണുന്നയാളാണ് അല്ലേ. ഇപ്പം എന്നെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സംബന്ധിച്ച് ആരാണ്? പ്രേക്ഷകരാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ആരാണ്? കാണപ്പെടുന്നയാളാണ്. അപ്പം ഞാൻ ആരാണ്? പ്രേക്ഷിതനാണ്. പ്രേക്ഷകൻ കാണുന്നവനാണെങ്കിൽ കാണപ്പെടുന്നവൻ എന്നർത്ഥം വരുന്ന വാക്കാണ് പ്രേക്ഷിതൻ. ഈ 4 വാക്കുകളും പലയാവർത്തി പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും വിട്ടുകളയരുത്, മറക്കരുത്. അടുത്ത ചോദ്യം നോക്കാം. പിരിച്ചെഴുതിയതിൽ ശരിയായിട്ടുള്ളത് ഏത്? കേട് അധികം തു കേട്ടു, കല്ല് അധികം മതം കന്മതം, ധനം അധികം തേ ധനത്തെ, കൺ അധികം നീർ കണ്ണീർ. ഇതിൽ ഏതോ ഒന്ന് മാത്രമേ ശരിയുള്ളൂ, ബാക്കി 3ഉം തെറ്റ്. ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കൺ അധികം നീരാണ് കണ്ണീരാകുന്നത്. കേട്ടു എന്ന വാക്ക് എങ്ങനെയാ പിരിച്ചെഴുതേണ്ടത്? കേൾ അധികം തു, അതാണ് എന്താകുന്നത്? കേട്ടു ആകുന്നത്. കന്മതം എന്ന വാക്ക് എങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്? കൽ അധികം മതം, അതാണ് കന്മതം. പിന്നെയോ ധനത്തെ എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതണം? ധനം അധികം എ, ഇതാണ് ധനത്തെ എന്ന് കിട്ടുന്നത്. കൺ അധികം നീർ കണ്ണീർ, അത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. കേൾ അധികം തൂവാണ് കേട്ടു, കൺ അധികം തൂവാണ് കണ്ടു. അങ്ങനെയാണെങ്കിൽ വേട്ടു, അതായത് വിവാഹം കഴിച്ചു എന്ന അർത്ഥത്തിലാണ് വേട്ടു എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതപ്പോൾ എങ്ങനെ പിരിച്ചെഴുതണം? വേൾ അധികം തൂവാണ് വേട്ടു. അതുപോലെ വിറ്റു എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? വിൽ അധികം തൂവാണ് വിറ്റു. കേട്ടോ, വളരെ വളരെ പ്രധാനപ്പെട്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. കൽ അധികം മതമാണ് കന്മതം എന്ന് പറഞ്ഞു. അപ്പൊ നെന്മണിയോ? ലായും മായും കൂടി ചേരുമ്പോഴാണ് മലയാളത്തിൽ അത് നായും മായുമായിട്ട് മാറുന്നത്. ഇവിടെ നെന്മണി എന്ന് പറയുന്നിടത്ത് നായും മായുമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയായിരിക്കണം പിരിഞ്ഞിട്ടുണ്ടാവുക? നെൽ അധികം മണി, ഇതാണ് നെന്മണിയായിട്ട് മാറിയത്. അതുപോലെ ധനം അധികം എ ധനത്തെ. എന്ന ശബ്ദത്തിൽ ഒരു വാക്ക് അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഏതെങ്കിലും ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ ആരുണ്ടാകും? ഇരട്ടിച്ച തകാരമുണ്ടാകും എന്ന നിയമം നമുക്കറിയാം. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്, 1000 ആണ്ട്. കണ്ടോ, ഇവിടെ ഇരട്ടിച്ച തകാരം വന്നു. അപ്പൊ ഇതെങ്ങനെയാ പിരിഞ്ഞിട്ടുണ്ടാവുക? 1000 അധികം ആണ്ട്. ഇതാണ് ചേർത്ത് എഴുതിയപ്പോൾ എന്തായി മാറിയത്?
ആയിരത്താണ്ട്. കണ്ടോ, ഇരട്ടിച്ച തകാരം വന്നത് എന്തുകൊണ്ടാ? ആദ്യത്തെ വാക്ക് അമ്മിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ആ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്തത് കൊണ്ടാണ് ചേർത്തെഴുത്തിൽ ഇരട്ടിച്ച തകാരം വന്നത്. ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം തന്നെ പലയാവർത്തി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ശരിയായ വിപരീത പദങ്ങൾ ഏതെല്ലാം? അബദ്ധം സുബദ്ധം, ദക്ഷിണം പ്രദക്ഷിണം, ബാഹ്യം അന്തരം, ഖണ്ഡനം മണ്ഡനം. ഇതിൽ ശരിയായ വിപരീത പദങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 4, ഓപ്ഷൻ ബി 1 2, ഓപ്ഷൻ സി 1 മാത്രം, ഓപ്ഷൻ ഡി 1 3. അബദ്ധം എന്ന വാക്കിന്റെ വിപരീതമാണ് സുബദ്ധം, അത് ശരിയാണ്. ദക്ഷിണം എന്ന വാക്കിന്റെ വിപരീതമാണോ പ്രദക്ഷിണം? അല്ല. ദക്ഷിണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്കാണ്. വടക്ക് എന്ന അർത്ഥം വരുന്ന വാക്ക് ഉത്തരമാണ്. അപ്പൊ ദക്ഷിണത്തിന്റെ വിപരീതം പ്രദക്ഷിണമല്ല, ഉത്തരമാണ്. ഉത്തരം ദക്ഷിണം. ബാഹ്യം അന്തരം. ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്, അന്തരം. അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് അല്ലേ? ആന്തരമാണ് അല്ലെ ഉള്ളിലുള്ളത് എന്നർത്ഥം കിട്ടുന്നത്. ഒന്നുകിൽ ആഭ്യന്തരം പറയാം, അല്ലെങ്കിൽ ആന്തരം പറയാം ഉള്ളിലുള്ളത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ 3ഉം തെറ്റാണ്. പിന്നെ 4 ഖണ്ഡനം വിപരീതം മണ്ഡനം. അത് ശരിയായ വിപരീത പദം തന്നെയാണ്. ഖണ്ഡിക്കുക, ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മോശം വശങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതാണ് ഖണ്ഡന വിമർശനം. അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുന്നത് മണ്ഡന വിമർശനമാണ്. അപ്പം ഖണ്ഡനം വിപരീതം മണ്ഡനം. 1ഉം 4ഉമാണ് ശരി. അപ്പം ശരിയായ ഉത്തരം ഏതാ? ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. നോക്കിക്കേ, ഉത്തരം വടക്ക്, അതിൻ്റെ വിപരീതം ദക്ഷിണം തെക്ക്. ബാഹ്യം ആഭ്യന്തരമാണ്. അന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വ്യത്യാസം എന്നാണ്. ബാഹ്യത്തിൻ്റെ വിപരീതമായിട്ടപ്പോൾ അന്തരം വരുമോ? ഇല്ല. ആന്തരം അല്ലെങ്കിൽ ആഭ്യന്തരമാണ് വരേണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിട്ടുള്ള വാക്യത്തിൽ തെറ്റുള്ള ഭാഗങ്ങൾ ഏവ? വിദ്യാർത്ഥികൾ അവധിക്കാലം ചിലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ്. ഇതാണ് ഒറ്റ വാക്യമാണ്. ഇതിനെ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ടുള്ള ഭാഗം എവിടെയാണ്? 3 മാത്രം, 1ഉം 2ഉം, 2ഉം 3ഉം, 3ഉം 4ഉം. ഏതാ ശരിയായ ഉത്തരം? പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ചിലവ് മാത്രമേ നമ്മുടെ കണ്ണിൽ പിടിക്കൂ അല്ലേ? ചിലവ് എന്നുള്ളത് തെറ്റാണ്. ചെലവ് എന്നുള്ളതാണ് ശരിയായ പദം. അപ്പോൾ ഓപ്ഷൻ 2 തെറ്റാണ്. തീർന്നില്ല. ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരും രക്ഷിതാക്കളോടും എന്നാണോ? അല്ല, അധ്യാപകരോടും രക്ഷിതാക്കളോടും എന്ന് വേണം. അപ്പോൾ അധ്യാപകരും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യയവും തെറ്റാണ്. 3ാമത്തതും തെറ്റ്. അപ്പോൾ 2ഉം 3ഉം തെറ്റായ ഭാഗങ്ങളാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. കിട്ടിയല്ലോ. വിദ്യാർത്ഥികൾ അവധിക്കാലം ചെലവഴിക്കുന്നതിനെ കുറിച്ച് അധ്യാപകരോടും രക്ഷിതാക്കളോടും ആലോചിക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴാണ് ഈ വാക്യം കൃത്യമായ വാക്യമായിട്ട് മാറുന്നത്. കണ്ടോ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഏതിൻ്റെ ഒറ്റപ്പദമാണ് ഭാഗിനേയൻ? ഞാൻ നേരത്തെയും പറഞ്ഞു, ബന്ധുപദങ്ങൾ നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വിഭാഗമാണ്. പഠിച്ചേ മതിയാകൂ കേട്ടോ. അമ്മയുടെ അനുജനാണോ, അച്ഛൻ്റെ സഹോദരനാണോ, മകളുടെ മകനാണോ, സഹോദരിയുടെ മകനാണോ? ആരാണ് ഭാഗിനേയൻ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭാഗിനേയൻ എന്നുള്ളത് സഹോദരിയുടെ മകൻ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ്. ദൗഹിത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നു, മകളുടെ മകനാണ്. അതിൻ്റെ സ്ത്രീലിംഗ പദമാണ് എന്ത്? ദൗഹിത്രി. അമ്മയുടെ സഹോദരൻ അമ്മാവനാണ് അല്ലേ? അമ്മാവൻ. മറ്റൊരു പദമാണ് ഏത്? മാതുലൻ. പിന്നെ സഹോദരീ പുത്രനെയാണ് എന്ത് പറയുന്നത്? ഭാഗിനേയൻ എന്ന് പറയുന്നത്. സഹോദരിയുടെ മകളെയാണ് എന്ത് വിളിക്കുന്നത്? ഭാഗിനേയി എന്ന് വിളിക്കുന്നത്. അച്ഛൻ്റെ അച്ഛനെ പിതാമഹൻ എന്നും അച്ഛൻ്റെ അമ്മയെ പിതാമഹി എന്നും വിളിക്കുന്നു. പിന്നെ അമ്മയുടെ അച്ഛനാണ് ആര്? മാതാമഹൻ. അമ്മയുടെ അമ്മയാണ് ആര്? മാതാമഹി. നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വാക്കാണ് മകളുടെ ഭർത്താവ് അല്ലെ? മരുമകൻ. ഒറ്റപ്പദം എന്താണ്? ജാമാതാവ്. പുത്രന്റെ ഭാര്യയാണെങ്കിലോ മരുമകൾ എന്നർത്ഥം വരുന്ന വാക്ക് സ്നുഷയാണ്.
ഇനി ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെ, അമ്മായി അച്ഛനെ ഫാദർ ഇൻ ലോ എന്ന അർത്ഥത്തിൽ നമുക്ക് എന്ത് വിളിക്കാം? ശ്വശുരൻ എന്ന് വിളിക്കാം. അപ്പോ അമ്മായിയമ്മയെ എന്ത് വിളിക്കാം? ശ്വശ്രു. ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മ, ഒറ്റപ്പദം എന്താണ്? ശ്വശ്രു എന്നുള്ളതാണ് ഒറ്റപ്പദം. പലയാവർത്തി പരീക്ഷകളിൽ ഇത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? അടിമത്വം, പ്രവൃത്തി, വിമ്മിട്ടം, പീഡനം. ഇതിൽ ഏതാണ് ശരിയായ പദം? ശരിയായ പദം വിമ്മിട്ടമാണ്. ഓപ്ഷൻ സി മാത്രമാണ്. അടിമത്വം അല്ല ശരി, അടിമത്തം ആണ് ശരി. പിന്നെയോ പ്രവൃത്തി എന്നല്ല, പ്രവൃത്തി എന്നാണ് എഴുതേണ്ടത്. പീഡനം എന്ന് എഴുതുമ്പോൾ ഉള്ളിലേക്ക് ചുറ്റിക്കെട്ടുണ്ടോ? ഇല്ല. പീഡനം, ഇതാണ് ശരിയായ പ്രയോഗം. അടുത്ത ചോദ്യം നോക്കാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇതിലേതാണ്? ഉപ്പുകൂട്ടി തിന്നുക, ഇലയിട്ട് ചവിട്ടുക, ഉണ്ട ചോറ്റിൽ മണ്ണിടുക, ഇരയിട്ട് മീൻ പിടിക്കുക. ഇതിൽ ഏതാണ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി? ഇലയിട്ട് ചവിട്ടുക. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ബാക്കിയുള്ള ശൈലികളുടെ അർത്ഥം നോക്കാം. ഉപ്പുകൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ്? നന്ദി കാണിക്കുക എന്നാണ് ശൈലിയുടെ അർത്ഥം. ഉണ്ട ചോറിൽ കല്ലിടുക അല്ലെങ്കിൽ മണ്ണിടുക എന്ന് പറഞ്ഞാലോ? നന്ദികേട് കാണിക്കുക എന്നാണ് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇരയിട്ട് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യസാധ്യത്തിനായി ചെലവ് ചെയ്യുക, അല്ലെങ്കിലോ ചെറിയ നഷ്ടം സഹിച്ച് വലിയ ലാഭം കൊയ്യുന്നതിനെയാണ് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുക അല്ലെങ്കിൽ ഇരയിട്ട് മീൻ പിടിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. മഹത് അധികം ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെയാണ്? മഹശ്ചരിതം, മഹച്ചരിതം, മഹച്ചരിതം, മഹച്ചരിതം. ഇതിൽ ഏതാണ് ശരി? നമുക്കറിയാം. തായും ചായും കൂടി ചേർന്നാൽ അതെന്തായി മാറും? ഇരട്ടിച്ച ചകാരമായി മാറും. ഇവിടെ മഹത് അധികം ചരിതമാണ്. അപ്പൊ ചേർത്തെഴുതുമ്പോ എന്തു വരും? മഹച്ചരിതം എന്ന് വരും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അല്ലെ, ഓർക്കുന്നുണ്ടോ ആ നിയമം? തായും ചായും കൂടി ചേരുമ്പോ ഇരട്ടിച്ച ചകാരം വരണം. ചലത് അധികം ചിത്രമാണ് എന്താകുന്നത്? ചലച്ചിത്രമാകുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ശരത്ചന്ദ്രൻ എന്നുള്ളത്. കണ്ടോ? ശരത് അധികം ചന്ദ്രൻ. ശരത്കാലത്തെ ചന്ദ്രനെയാണ് ശരത്ചന്ദ്രൻ എന്ന് പറയുന്നത്. ചേർത്തെഴുതുമ്പോൾ എന്തു വരണം? ഇരട്ടിച്ച ചകാരം തന്നെ വരണം. ഞാൻ പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. വണ്ട് എന്നർത്ഥം വരാത്ത പദം ഇതിലേതാണ്? പിപീലിക, ഭ്രമരം, ഭൃംഗം, അളി. ഇതിലേതോ ഒരു വാക്ക് മാത്രം വണ്ടിന്റെ പര്യായമല്ല. അതേത്? ഉത്തരം ഓപ്ഷൻ എ പിപീലികയാണ്. പിപീലിക ആരുടെ പര്യായമാണ്? ഉറുമ്പിന്റെ പര്യായമാണ്. ബാക്കി മൂന്നും വണ്ടിന്റെ പര്യായമാണ്. പിപീലിക, വൽമി, വമ്രം, വമ്രി, പിപീലി എന്നൊക്കെ പറഞ്ഞാൽ അത് ഉറുമ്പിന്റെ പര്യായമാണ്. അളി, ഭ്രമരം, മധുപം, ഭൃംഗം എന്നൊക്കെ പറഞ്ഞാൽ അതാരാണ്? വണ്ടിന്റെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ഗർഹണീയം എന്ന വാക്കിന്റെ വിപരീത പദം ഏതാണ്? അഗർഹണീയം, സ്പൃഹണീയം, സുഗർഹണീയം, സ്മരണീയം. ഇതിൽ ഏതാണ് ഗർഹണീയം എന്ന വാക്കിന്റെ വിപരീത പദം? ഗർഹണീയം എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നർത്ഥം വരുന്ന വാക്ക് ഇതിലേതാണ്? സ്പൃഹണീയമാണ് ശരിയായ ഉത്തരം. സ്പൃഹണീയം. അഗർഹണീയം, സുഗർഹണീയം തുടങ്ങിയ വാക്കുകൾ തെറ്റായ പ്രയോഗങ്ങളാണ്. സ്മരണീയം എന്ന് പറഞ്ഞാലോ? ഓർക്കേണ്ടത് എന്നാണ് സ്മരണീയം എന്ന വാക്കിന്റെ അർത്ഥം. അതിന് വിപരീത പദം ഇല്ല. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത ചില വിപരീത പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഗർഹണീയം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് സ്പൃഹണീയം വരും എന്ന് പറഞ്ഞു. അതുകൂടാതെ മറ്റൊരു പദം കൂടി ശ്രദ്ധിക്കുക. ശ്ലാഘനീയം. അനുമോദിക്കപ്പെടേണ്ടത് എന്നർത്ഥം വരുന്ന വാക്ക് ശ്ലാഘനീയം. വെറുക്കപ്പെടേണ്ടത് എന്നർത്ഥം വരുന്ന വാക്ക് ഗർഹണീയം. അതുപോലെ കൃത്രിമം എന്ന വാക്കിന്റെ വിപരീതമാണ് നൈസർഗികം. അകൃത്രിമം എന്ന വാക്കും പ്രയോഗിക്കാവുന്നതാണ് കേട്ടോ. കൃത്രിമം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ്.
അകൃത്രിമം അഥവാ നൈസർഗികം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നാച്ചുറൽ ആണ്. പിന്നെ കൃശം എന്ന വാക്കിന് മെലിഞ്ഞത് എന്നാണ് അർത്ഥം. തടിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് മേധുരമാണ്. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപാട്, വിട്ടുപോകലാണ്. സംയോഗം എന്ന് പറഞ്ഞാലോ കൂടിച്ചേരലാണ്. വിരക്തി എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലായ്മയാണ്. ആസക്തി എന്ന് പറഞ്ഞാലോ അമിതമായ താല്പര്യമാണ്. നികൃഷ്ടം എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെടേണ്ടത്. ഏറ്റവും മികച്ചത് എന്നർത്ഥം വരുന്ന വാക്കാണ് ഉത്കൃഷ്ടം. ഇനി ക്ഷയം എന്ന വാക്കിന് നാശം എന്നാണ് അർത്ഥം. വൃദ്ധി എന്ന് പറഞ്ഞാലോ മെച്ചപ്പെടലാണ്. അഭിവൃദ്ധി എന്ന വാക്ക് നമുക്കറിയാം. സ്ഥാവരം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ജംഗമം എന്ന് പറഞ്ഞാലോ എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത്, മൊബിലിറ്റി ഉള്ളത് എന്നാണ് ജംഗമം എന്ന വാക്കിനർത്ഥം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ, ഏതെങ്കിലും ഒന്നിനെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറയുന്നതിനെയാണ് സ്ഥൂലം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ കുറിക്കുന്ന പദം ഏതാണ്? ഇതിൽ ഏതോ ഒരു വാക്ക് മാത്രമാണ് ബഹുവചനം, ബാക്കിയുള്ളതൊക്കെ ഏകവചനമാണ് എന്ന് ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു. സ്വാമികൾ, അവറുകൾ, നമ്മൾ, ഗുരുക്കൾ, ഇതിൽ ഏതോ ഒരു വാക്ക് മാത്രമാണ് ബഹുവചനം. അതേതാണ്? ഓപ്ഷൻ സി, നമ്മളാണ്. ബാക്കി മൂന്നും എന്താണ്? രൂപം കൊണ്ട് ബഹുവചനമാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. എന്താണ് പൂജക ബഹുവചനം? ഏകവചനമായിരിക്കും. ഏകവചനത്തോടൊപ്പം ആദരസൂചകമായിട്ട് ബഹുവചന പ്രത്യയം ചേർക്കുന്നതാണ് എന്ത്? പൂജക ബഹുവചനം. സ്വാമികൾ, അവർകൾ, ഗുരുക്കൾ എന്നൊക്കെ പറയുന്നിടത്ത് വ്യക്തികൾ ഒന്നേയുള്ളൂ. ആദരസൂചകമായിട്ടാണ് ഇവയോടൊപ്പം കൾ പ്രത്യയം ചേർത്തിട്ടുള്ളത്. നമ്മൾ എന്ന വാക്ക് അങ്ങനെയല്ല, ഒന്നിലധികം ആളുകളെ കുറിക്കാനാണ് നമ്മൾ എന്ന വാക്ക്, ഇംഗ്ലീഷിലെ വി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുമാത്രമാണ് ഇവിടെയുള്ളതിൽ ബഹുത്വത്തെ, പ്ലൂരലിനെ കുറിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അലിംഗ ബഹുവചനമാണ്. നമ്മൾ എന്നൊരു വിഭാഗത്തിൽ ആരൊക്കെ ഉണ്ടാകാം? ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് നമ്മൾ എന്നുള്ളത് അലിംഗ ബഹുവചനമാണ്. ബാക്കി മൂന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. അടുത്തത് ദിങ്മുഖം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ദിക്ക് അധികം മുഖം, ദിങ് അധികം മുഖം, ദിഗ് അധികം മുഖം, ദിങ് അധികം മുഖം. ഏതാ ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ്. ദിക്ക് അധികം മുഖമാണ് ദിങ്മുഖമാകുന്നത്. എന്തുകൊണ്ടാണ് ഈ കകാരം ചേർത്തെഴുതിയപ്പം അകാരമായത്? അനുനാസികാദി പ്രസരമാണ്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ങ, ഞ, ണ, ന, മ, ഈ പറയുന്ന 5 അനുനാസികങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരമാണ് രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് എങ്കിൽ ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണ്ണത്തെ കൂടി, ഏതൊക്കെയാ ഖരവർണ്ണങ്ങൾ? ക, ച, ട, ത, പ, ഈ 5 വർണ്ണങ്ങളെയാണ് ഖരവർണ്ണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഖരവർണ്ണങ്ങളെ കൂടി അതെന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും. അങ്ങനെ ക എന്ന അക്ഷരം ഇവിടെ മാ എന്ന അക്ഷരം ഉള്ളത് കൊണ്ട് ക എന്തായി മാറി? കായുടെ അനുനാസികമായ ങായായിട്ട് മാറി. അങ്ങനെയാണ് ദിക് അധികം മുഖം എന്താകുന്നത്? ദിങ്മുഖമാകുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. നിയമം ഇതാണ്: ഉത്തരപദാദിയിൽ അനുനാസിക വർണ്ണം വന്നാൽ പൂർവപദത്തിന്റെ ഒടുവിലുള്ള ഖരവർണ്ണം അനുനാസികമായി മാറും. ഇവിടെ ഖരവർണ്ണം ഏതാണ്, അധികരം ഏതാണ്, മൃദു ഏതാണ്, ഘോഷം ഏതാണ്, അനുനാസികം ഏതാണ് എന്നെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വാക്ക് അധികം മയം, കണ്ടോ ഇവിടെ മാ വന്നതുകൊണ്ട് ഈ കായെ കൂടി അത് എന്താക്കി മാറ്റി? ങ എന്ന അനുനാസികമാക്കി മാറ്റി. ഹൃദ്രോഗം, കണ്ടോ ഇവിടെ തായെന്ന അക്ഷരം തായായിട്ട് തന്നെ നിൽക്കുന്നു, അത് അനുനാസികമാകുന്നില്ല, നായാകുന്നില്ല. എന്തുകൊണ്ടാ? ഇവിടെ അനുനാസിക വർണ്ണമല്ല വന്നിട്ടുള്ളത്. അനുനാസിക വർണ്ണമല്ല വരുന്നത് എങ്കിൽ ഖരവർണ്ണം എന്താകുകയുള്ളൂ? മൃദുവാകുകയുള്ളൂ. തായുടെ മൃദു ഏതാണ്? ദായാണ്. അതുകൊണ്ടാണ് ഹൃത്ത അധികം രോഗം എന്തായത്? ഹൃദ്രോഗമായത്. അതുപോലെ തന്നെ നോക്കിക്കേ, ത്വക്ക് അധികം രോഗം എന്തായി? ത്വഗ്രോഗമായി. ഇവിടെ രായാണ് വന്നിട്ടുള്ളത്, അനുനാസികമല്ല. അതുകൊണ്ട് കാ എന്തായാൽ മതി? മൃദുവായാൽ മതി. കായുടെ മൃദു ഏതാണ്? കായുടെ മൃദു ഗായാണ് എന്ന് നമുക്ക് അറിയാം. അതുപോലെ നോക്കിക്കേ,
ത്വക്ക് അധികം മാംസം. ഇവിടെ ക എന്ന ഖരവർണ്ണമാണ്. രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം മാ എന്ന അനുനാസികമാണ്. അപ്പൊ ക എന്തായി മാറണം? ങ എന്ന അനുനാസികമായിട്ട് മാറണം. അതുപോലെ നോക്കിക്കേ, ഷഡ് അധികം മുഖൻ. കണ്ടോ, ഇവിടെ മാ എന്ന അനുനാസികം വന്നു. അപ്പൊ ട ചേർത്തെഴുത്തിൽ ആരായി മാറണം? നായായിട്ട് മാറണം. കണ്ടോ, ടായുടെ അനുനാസികം ഏതാ? ടായുടെ അനുനാസികം നായാണ്. അപ്പൊ ചേർത്തെഴുത്തിൽ ടാ ആരായിട്ട് മാറി? ടാ ആരായിട്ട് മാറി? നായായിട്ട് മാറി. ജഗത് അധികം നാഥൻ. കണ്ടോ, നാ അനുനാസികമല്ലേ? ഞണ നമ ന അനുനാസികമാണ്. അപ്പൊ ചേർത്തെഴുത്തിൽ താ എന്തായി മാറണം? നാ എന്ന അനുനാസികമായിട്ട് മാറണം. തായുടെ അനുനാസികമാണേത്? ന എന്ന് നമുക്ക് അറിയാം. കിട്ടിയോ? അപ്പൊ രണ്ടാമത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് ഏതെങ്കിലും ഒരു അനുനാസിക വർണ്ണം വന്നാൽ ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ഖരവർണ്ണത്തെ കൂടി അത് എന്താക്കി മാറ്റും? അനുനാസികമാക്കി മാറ്റും എന്നുള്ളതാണ് നിയമം. അടുത്ത ചോദ്യം നോക്കിക്കേ, അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? അവൻ എന്ന പദം അവ അധികം ൻ ആണോ, ആ അധികം വൻ ആണോ, ആ അധികം അൻ ആണോ, ആ അധികം ൻ ആണോ? ഏതാണ് അവൻ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്നത്? ആ എന്ന ചുട്ടെഴുത്തിനോടൊപ്പം അൻ എന്ന പുല്ലിംഗ പ്രത്യയം ചേരുമ്പോഴാണ് അവൻ എന്ന പദം ഉണ്ടാകുന്നത്. ഇത് വാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധിക്കുള്ള ഉദാഹരണം കൂടിയാണ്. പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ആ അധികം അൻ അവൻ. ഈ അധികം അന്നാണ് എന്താകുന്നത്? ഇവനാകുന്നത്. ഈ അധികം അൾ ഇവളാകും അല്ലേ? കാരണം എന്താ? അൻ എന്നുള്ളത് പുല്ലിംഗ പ്രത്യയമാണെങ്കിൽ അൾ എന്നുള്ളത് സ്ത്രീലിംഗ പ്രത്യയമാണ്. ആ അധികം അൻ അവൻ, ആ അധികം അൾ അവൾ. കണ്ടോ, കാറ്റ് അധികം അടിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്. കാറ്റടിക്കുന്നു, കാറ്റ് അധികം അടിക്കുന്നു, കാറ്റടിക്കുന്നു. ചന്ദ്രക്കല അഥവാ സമൃദ്ധോകാരം എന്ന ഈ ചിഹ്നം ലോപിച്ചു പോയത് കൊണ്ടത് ലോപസന്ധിക്ക് ഉദാഹരണമാണ്. അല്ല അധികം എന്ന് അല്ലെന്ന്, അല്ല എന്ന് പറഞ്ഞു നിർത്തുന്നിടത്തെ ആ എന്ന അക്ഷരം ലോപിച്ചു പോയത് കൊണ്ട് ഇത് ലോപസന്ധിക്കുള്ള ഉദാഹരണമാണ്. ആ അധികം ഇടം ചേർത്തെഴുതുമ്പോൾ അവിടം എന്ന് കിട്ടുന്നു. ഇവിടെ വാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധിക്കുള്ള ഉദാഹരണമാണ്. മറ്റൊരു ചോദ്യം നോക്കിക്കേ, ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തിതീർഷ. തിതീർഷ എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റപ്പദം കണ്ടെത്തി എഴുതാനല്ല, അവരുടെ ചോദ്യം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. തിതീർഷ എന്ന വാക്ക് ഒറ്റപ്പദമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാർഗം തെളിക്കുന്നയാളാണോ, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണോ, അപവാദം പറയുന്നയാളാണോ, തരണം ചെയ്യാനുള്ള ഇച്ഛയാണോ? ഏതാണ് തിതീർഷ? കണ്ടെത്തി പറഞ്ഞേ. ശരിയായ ഉത്തരം, അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ശരിയായ ഉത്തരം തരണം ചെയ്യാനുള്ള ഇച്ഛ. അതിൻ്റെ ഒറ്റപ്പദമാണ് തിതീർഷ. ബാക്കിയുള്ള വാക്കുകൾ നമുക്ക് നോക്കാം. തിതീർഷു എന്ന് പറഞ്ഞാൽ ആരാണ്? തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് തിതീർഷു. കാണാൻ ഉള്ള ആഗ്രഹം, അതിനെ എന്ത് വിളിക്കാം? ദിദൃക്ഷ എന്ന് വിളിക്കാം. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? ദിദൃക്ഷുവാണ്. അങ്ങനെയെങ്കിൽ പി പഠിഷ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹമാണ്. പി പഠിഷു എന്ന് പറഞ്ഞാൽ ആരാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. അതുപോലെ നോക്കിക്കേ, ജിഗീഷു. ജിഗീഷ എന്ന് പറഞ്ഞാൽ വിജയിക്കാനുള്ള ആഗ്രഹമാണ്. ജിഗീഷു അല്ലെങ്കിൽ വിജിഗീഷു എന്ന് പറഞ്ഞാലോ വിജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ്. ജയത്തെ ഘോഷിക്കുന്ന യാത്ര എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ജൈത്രയാത്ര. ബിബിത്സ എന്നുള്ളത് ഭേദിക്കുവാനുള്ള അല്ലെ, രണ്ടായി മുറിക്കുവാനുള്ള ആഗ്രഹം എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് ബിബിത്സ. പിന്നെ ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ബുഭുക്ഷ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഭക്ഷിക്കുവാനുള്ള ആഗ്രഹം അഥവാ വിശപ്പ് എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്കാണ്. പിപാസു എന്ന് പറഞ്ഞാൽ ആരാണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്. കുടിക്കാനുള്ള ആഗ്രഹം എന്നുള്ളതിൻ്റെ ഒറ്റപ്പദമാണ് പിപാസ. ദാഹം എന്നുള്ളതിൻ്റെ പര്യായ പദമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ജംഗമം സ്ഥാവരം, വ്യഷ്ടി സമഷ്ടി, മണ്ഡനം ഖണ്ഡനം, ഉഗ്രം അത്യുഗ്രം.
3 ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നേരത്തെ പറഞ്ഞതാണല്ലേ. ബാക്കി 3ഉം വിപരീത പദമാണ്. ഉഗ്രം, അത്യുഗ്രം അത് മാത്രമാണ് വിപരീത പദം അല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഉത്തരം ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഉഗ്രത്തിന്റെ വിപരീതമായിട്ട് ഏത് വാക്കാ ഉപയോഗിക്കുന്നത്? ശാന്തം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഉചിതം അല്ലെ, ജംഗമം സ്ഥാവരം, ഖണ്ഡനം മണ്ഡനം, വ്യഷ്ടി സമഷ്ടി ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഉചിതം വിപരീതം അനുചിതമാണ്. യോജിക്കാത്തത് അല്ലെങ്കിൽ ഉചിതമല്ലാത്തത് അനുചിതം. ഉച്ചം എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത്, നീചം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ടത്. ഋജു എന്ന് പറഞ്ഞാൽ നേരെയുള്ളത്, വക്രം എന്ന് പറഞ്ഞാൽ വളഞ്ഞത് എന്നാണ് അർത്ഥം. ഋണം എന്ന വാക്കിന് കടം എന്നാണ് അർത്ഥം. കടമില്ലാത്ത അവസ്ഥ അൻഋണമാണ് അല്ലെങ്കിൽ ധനമാണ്. ഋതം എന്ന വാക്കിന് സത്യം എന്നർത്ഥം. അൻഋതം എന്ന് പറഞ്ഞാൽ കള്ളം, നുണ എന്നാണ് അർത്ഥം. ഓജം എന്ന് പറഞ്ഞാൽ 1, യുഗ്മം എന്ന് പറഞ്ഞാൽ 2. ഔചിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉചിതമായ അവസ്ഥ, അതാണ് ഔചിത്യം. ഉചിതമല്ലാത്തതാണെന്ത്? അനൗചിത്യം. ഐഹികം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംബന്ധിച്ചത്, പരലോകത്തെ സംബന്ധിച്ചത് എന്നുള്ളതിൻ്റെ ഒറ്റ പദമാണ് ഏത്? പാരത്രികം. വളരെ പ്രധാനപ്പെട്ട വിപരീത പദങ്ങളാണ്, പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, കുതിരയുടെ പര്യായമല്ലാത്തത് ഏതാണ്? നഗജം, ഹയം, ഘോടകം, പീതി ഇതിലേതാണ് കുതിരയുടെ പര്യായമല്ലാത്തത്? നഗജമാണ് കുതിരയുടെ പര്യായമല്ലാത്തത്. നഗജം ആരാണ്? ആനയുടെ പര്യായ പദമാണ്. അനേകപം, അന്തസ്വേദം, അസുരം, ഇഭം, ഇഭി, ലംഭകർണം, ലഗ്നം, ഹസ്തി, വാരണം, വനജം, വരാംഗം, മയം, മാതംഗം, ദന്തി, ദ്വിപം, കളഭം, കരി, കപി, ഹസ്തി എന്നിവ ആനയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ്. കുതിരയുടെ പര്യായ പദങ്ങളോ? അർവ, അശ്വം, ഗോഢകം, തുരകം, തുരങ്കമം, പീതി, വാജി, വാഹം, സപ്തി, സൈന്ധവം, ഹയം ഇതൊക്കെ തന്നെയും കുതിരയുടെ പര്യായ പദങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വാക്ക് തന്നെ തെറ്റാണ് കേട്ടോ. കരണീ പ്രസവം അല്ല, കരിണി പ്രസവം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ആവർത്തിച്ചുള്ള പ്രസവമാണോ? കാലം തെറ്റിയ പ്രസവമാണോ? കരടിയുടെ പ്രസവമാണോ? അപൂർവമായ സംഭവമാണോ? കരിണീ പ്രസവം എന്ന് പറഞ്ഞാൽ അപൂർവമായ സംഭവം എന്നാണ് അർത്ഥം. കരി എന്ന് പറഞ്ഞാൽ കൊമ്പനാന, കരിണി എന്ന് പറഞ്ഞാൽ പിടിയാന. ആന പ്രസവിക്കുന്ന കാഴ്ച അങ്ങനെ ഇങ്ങനെ കാണാൻ സാധിക്കില്ല, വളരെ റെയർ ആയിട്ടുള്ളൊരു കാഴ്ചയാണത്. അതുകൊണ്ടാണ് കരിണീ പ്രസവത്തിന് അപൂർവമായ സംഭവം എന്ന അർത്ഥം സിദ്ധിച്ചത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ചില ശൈലികൾ നോക്കിക്കേ. കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം തെറ്റി പ്രവർത്തിക്കുക എന്നാണ് ശൈലിയുടെ അർത്ഥം. കരതലാമലകം എന്ന് പറഞ്ഞാലോ? ഉള്ളം കൈയിലെ നെല്ലിക്ക. അത്രമാത്രം എനിക്ക് അറിയാവുന്നത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലിയാണ് കരതലാമലകം. ദീപാവളി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ദൂർത്തടിച്ച് നശിക്കുക എന്നാണ് ശൈലിയുടെ അർത്ഥം. നേരത്തെ പറഞ്ഞു ധനാശി പാടുക എന്ന ശൈലിക്ക് അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞാലോ? അലംഘനീയമായ കൽപ്പന, സുപ്രീം കോർട്ട് ഓർഡർ എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാവുന്ന ശൈലിയാണ് സുഗ്രീവാജ്ഞ. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിക്ക് വിഷമിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഞാൻ നിങ്ങളെ ശതകം ചൊല്ലിക്കുന്നില്ല, ഞാൻ ഇതോടുകൂടി ധനാശി പാടുകയാണ്. ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.